കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വലിയ രൂപത്തിലുള്ള ക്യാൻസറിനെ പോരാടിക്കൊണ്ടിരിക്കുകയാണ് രേണുസുതി. രേണുസുതിയെ ഒരുപാട് പേർ ആശ്വസിപ്പിച്ച് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. ക്യാൻസർ ബാധിത ആദ്യം കണ്ടെത്തി എന്നിരുന്നാൽ കൂടി ആ മുഴ ശ്രദ്ധിക്കാതെ പോയതാണ് ഇന്ന് 3-ാം സ്റ്റേജ് കടന്ന് ഗുരുതരമായ ഒരവസ്ഥയിലേക്ക് രേണുസുതിയെ കൊണ്ടെത്തിച്ചിരിക്കുന്നത് എന്ന കാര്യം എല്ലാവർക്കും അറിയാം. ഒരു മുഴ കണ്ട് അതിനെ കാര്യമാക്കാതെ വിട്ടു. കൊല്ലം സുതി വരുത്തിവെച്ച കടങ്ങളും ബാധ്യതകളും എല്ലാം തീർത്ത് മുന്നോട്ട് രേണുസുതി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അർബുദം എന്ന രോഗം രേണുസുതിയെ ബാധിക്കുന്നത്. ഈ രോഗം വന്നതിലും രേണു ആരോടും ഒന്നും വെളിപ്പെടുത്തിയില്ല. എല്ലാം ഒരുമിച്ച് സൂക്ഷിച്ചു വെക്കുകയായിരുന്നു. എന്നാൽ ചില യൂട്യൂബർമാരുടെ കണ്ടെത്തലുകളിലൂടെ രേണുസുതിയുടെ രോഗം പുറത്തുവിട്ടു. ആശുപത്രിയിലെ ചികിത്സയാണ് യൂട്യൂബർമാർ കണ്ടെത്തിയത്. അതിലൂടെ തന്നെ ഒരു ഇന്റർവ്യൂവിൽ രേണു തന്നെ സ്ഥിരീകരിക്കുകയായിരുന്നു. തനിക്ക് ക്യാൻസർ എന്ന രോഗമുണ്ട് എന്നും ചികിത്സ തേടുകയാണ് എന്നും രേണുസുതി സ്ഥിരീകരിച്ച് പറയുകയായിരുന്നു. തനിക്ക് 6 കീമോയും ഒരു സർജറിയുമാണ് ഡോക്ടർ നിർദ്ദേശിച്ചിരിക്കുന്നത് എന്ന കാര്യമാണ് ഇതിനോടകം രേണു പുറത്തുവിട്ടത്. ഈ ഒരു വാർത്ത പുറത്തു വന്നതോടുകൂടി തന്നെ പ്രതികരിച്ച് പ്രമുഖ താരങ്ങളും രംഗത്ത് വന്നു. നിരവധി കമന്റുകളും രേണുവിനെ വിമർശിച്ച് ഇതിനോടകം വരുന്നതും കാണാൻ സാധിക്കും. രേണുസുതിക്ക് മാത്രമാണോ ഇതുവരെ ക്യാൻസർ വന്നിട്ടുള്ളത്? നിങ്ങൾ എന്തിനാണ് രേണുവെ ഇത്രമാത്രം പൊക്കി പറയുന്നത് എന്ന് നിരവധി കമന്റുകളും വരുന്നു. ഇതിനെ പ്രതികരിച്ച് പ്രമുഖ സിനിമ സീരിയൽ താരങ്ങളും രംഗത്ത് വന്നു. പ്രമുഖ അഭിനേതാക്കൾ തന്നെയാണ് രംഗത്ത് വന്ന് രേണുവിന് വേണ്ടി സംസാരിക്കുന്നത്. ക്യാൻസർ എന്ന രോഗം ഓരോരുത്തർക്ക് അവനവന് വരുമ്പോഴേ ആ വേദന മനസ്സിലാകുകയുള്ളൂ എന്നാണ് ഒരു പ്രമുഖ സെലിബ്രിറ്റി കുറിച്ചത്. അതുമാത്രമല്ല, അവന് ആ അസുഖം വരുമ്പോൾ തന്നെയാണ് നമ്മൾ അതിൻ്റെ തീവ്രത എന്താണെന്ന് അറിയുകയുള്ളൂ. നിങ്ങളോട് ആരും പണമൊന്നും ചോദിച്ചിട്ടില്ലല്ലോ, പ്രാർത്ഥിക്കുക എന്നത് മാത്രമല്ലേ. അപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നതാണ് മിക്ക ആരാധകരും സെലിബ്രിറ്റികളും ഒരേപോലെ രേണുവിന് വേണ്ടി കമന്റുകളുമായി രംഗത്ത് വരുന്നത്. രേണുസുതി എത്രയും പെട്ടെന്ന് തന്നെ തൻ്റെ അസുഖമെല്ലാം തന്നെ മാറി വീണ്ടും പഴയ രൂപത്തിലേക്ക് വീണ്ടും അതേ തന്നെ ഊർജ്ജത്തോടു കൂടി തന്നെ അഭിനയ രംഗത്തിലേക്കും മറ്റു കലാരംഗത്തിലേക്കും തിരിച്ചു വരട്ടെ എന്ന് തന്നെയാണ് പ്രേക്ഷകരും ഒരേപോലെ പ്രാർത്ഥിക്കുന്നതും ആഗ്രഹിക്കുന്നതും. നിങ്ങൾക്ക് രേണുസുതിന് ഇഷ്ടമാണെന്ന കാര്യം വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്ത് പറയുക. വാർത്തകളും വിശേഷവും എത്രയും പെട്ടെന്ന് അറിയാൻ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഇപ്പോൾ തന്നെ സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ്.